താൽക്കാലിക വെടിനിർത്തൽ നിർദ്ദേശം തള്ളി ഇറാൻ യുദ്ധം സമ്പൂർണ്ണമായും അവസാനിപ്പിക്കണമെന്നതാണ് ഇറാന്റെ നിലപാടെന്നും കരയുദ്ധമുണ്ടായാൽ പൊരുതാൻ തയ്യാറായി 12 ദശലക്ഷം സാധാരണക്കാരെ അണിനിരത്തുമെന്നും ഇറാൻ ആഭ്യന്തരമന്ത്രി പറഞ്ഞു. വെടിനിർത്തലിന് പകരം പരമാവധി ഇളവുകൾ ഇറാന് നൽകാൻ ട്രംപ് ഭരണകൂടം സന്നദ്ധമായേക്കുമെന്നാണ് റിപ്പോർട്ട്. US-ഇസ്രായേൽ സംയുക്താക്രമണത്തിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ് ഇന്റലിജൻസ് മേധാവി മജീദ് ഖാദിമി കൊല്ലപ്പെട്ടു. MC നാസർ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. നാസർ, കാര്യങ്ങൾ കൂടുതൽ വഷളാവുന്നു എന്ന നിലയ്ക്കാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നത്. ഒരു സമ്പൂർണ്ണ സമാധാനത്തിന്റെ ഒരു അലയൊലികളൊന്നും ഇവിടെ നിന്നും കേൾക്കാൻ പറ്റുന്നില്ല എന്നാണോ? വിനീഷ്, ചില മധ്യസ്ഥ രാജ്യങ്ങൾ, പ്രധാനമായിട്ടും പാകിസ്ഥാൻ, തുർക്കി, ഈജിപ്ത്, ഈ 3 രാജ്യങ്ങൾ ചേർന്നുകൊണ്ട് ഒരു 45 ദിവസത്തെ വെടിനിർത്തൽ നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ അല്പം മുമ്പ് ഇറാന്റെ വിദേശകാര്യ വക്താവ് നടത്തിയ പ്രതികരണം പ്രകാരം ഒരു താൽക്കാലിക വെടിനിർത്തലിന് തങ്ങൾ സന്നദ്ധമല്ല. ഇപ്പോൾ തങ്ങളുടെ മുമ്പാകെ വെച്ചിരിക്കുന്ന ഈ 45 ദിവസത്തെ വെടിനിർത്തൽ എന്നത് അത് സംബന്ധിച്ച് തങ്ങൾ ചില മറുപടികൾ തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഔദ്യോഗികമായി തന്നെ ഈ മധ്യസ്ഥർക്ക് കൈമാറും. അമേരിക്കയുമായി നേരിട്ടുള്ള ഒരു ചർച്ചയ്ക്കും തങ്ങൾ സന്നദ്ധമല്ല. ഭീഷണിയുടെയും അതോടൊപ്പം തന്നെ അൾട്ടിമേറ്റം നൽകിക്കൊണ്ടുള്ള, അന്ത്യശാസനം നൽകിക്കൊണ്ടുള്ള ആ സമീപനത്തോട് തങ്ങൾക്ക് താല്പര്യമില്ല. വളരെ മാന്യമായിട്ടുള്ള ഡിപ്ലോമസി ആണെങ്കിൽ അത് അംഗീകരിക്കും. പക്ഷെ നേരത്തെയൊക്കെ തങ്ങളുടെ അനുഭവം എന്നത് ഡിപ്ലോമസി പോലും മറികടന്നുകൊണ്ട് തങ്ങളുടെ നേതാക്കളെ വകവരുത്തുക, അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുക, അതിക്രൂരമായിട്ടുള്ള യുദ്ധക്കുറ്റങ്ങൾ ചെയ്യുക, ഈ നീക്കവുമായിട്ട് മുന്നോട്ട് പോകാനാകില്ല എന്ന വളരെ കൃത്യമായിട്ടുള്ള ഒരു നിലപാടാണ് ഇറാന്റെ വിദേശകാര്യ വക്താവ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ താൽക്കാലിക വെടിനിർത്തൽ എന്ന് മധ്യസ്ഥ രാജ്യങ്ങൾ മുന്നോട്ട് വെച്ച അത് ഏറെക്കുറെ പൂർണ്ണമായിട്ട് തള്ളിയ ഒരു അവസ്ഥ തന്നെയാണ് നിലനിൽക്കുന്നത്. നാളെ രാത്രി വരെയാണ് ഇപ്പോൾ ട്രംപ് ഇറാന് സമയപരിധി നൽകിയിരിക്കുന്നത്. അതല്ല എങ്കിൽ, അതായത് ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായിട്ടും സ്വതന്ത്രമാക്കുക, അതല്ലെങ്കിൽ ഒരു കരാറിന് തയ്യാറാവുക, ഇത് രണ്ടും നടന്നിട്ടില്ല എങ്കിൽ ബുധനാഴ്ച രാവിലെയോടുകൂടി അതിശക്തമായിട്ടുള്ള ആക്രമണം വൈദ്യുത കേന്ദ്രങ്ങൾക്ക് നേരെ, അതോടൊപ്പം തന്നെ പാലങ്ങൾ പൂർണ്ണമായും തകർത്തുകൊണ്ടുള്ള അത്തരം അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണം അതിശക്തമായി തന്നെ തുടരുമെന്ന മുന്നറിയിപ്പാണ് ട്രംപ് ഭരണകൂടം നൽകുന്നത്. അതോടൊപ്പം തന്നെയാണ് ചില വിട്ടുവീഴ്ചകൾക്ക് തങ്ങൾ ഒരുക്കമാണ് എന്ന് അമേരിക്കൻ നേതൃത്വം മധ്യസ്ഥരെ അറിയിച്ചതായിട്ട് വിവിധ അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് എത്ര കണ്ട് ഇറാൻ സ്വീകരിക്കാൻ പോകുന്നുണ്ട്? തങ്ങൾക്ക് കൃത്യമായ ഉപാധികൾ ആവശ്യമുണ്ട്, തങ്ങൾക്ക് നഷ്ടപരിഹാരം ലഭ്യമാകേണ്ടതുണ്ട്, ഹോർമുസിന്റെ മേലുള്ള പൂർണ്ണ നിയന്ത്രണം തങ്ങൾക്ക് ലഭിക്കണം എന്നതുൾപ്പെടെയുള്ള പ്രധാന നിബന്ധനകൾ തന്നെയാണ് ഇറാൻ ഇപ്പോൾ പോലും മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് അതിശക്തമായിട്ടുള്ള പ്രത്യാക്രമണങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. ഇറാനിലെ വിവിധ നഗരങ്ങളിലേക്ക് നിരവധി ആക്രമണങ്ങൾ നടന്നു. ഇന്നലെ രാത്രി മാത്രം 34 പേർ കൊല്ലപ്പെട്ടതായിട്ടുള്ള ഔദ്യോഗികമായി തന്നെ ഇറാൻ സ്ഥിരീകരിക്കുന്നുണ്ട്. തെഹ്റാനിൽ നിന്ന് നിരവധി മിസൈലുകളാണ് ഇസ്രായേൽ നഗരങ്ങളായിട്ടുള്ള തെല്ലബീബ്, ഹൈഫ എന്നിവിടങ്ങളിലേക്ക് അയച്ചത്. ഇതിൽ ഹൈഫയിൽ 4 പേർ കൊല്ലപ്പെട്ടതായിട്ട് അല്പം മുമ്പ് ഇസ്രായേൽ നേതൃത്വം തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. വിവിധ ഗൾഫ് രാജ്യങ്ങളിലേക്കും ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഡ്രോണുകളും മിസൈൽ ആക്രമണങ്ങളും ഉണ്ട്. ഇതൊക്കെയും പ്രതിരോധിക്കാൻ സാധിച്ചതായി വിവിധ ഗൾഫ് രാജ്യങ്ങളിലെ പ്രതിരോധ മന്ത്രാലയ വൃത്തങ്ങളും അറിയിക്കുന്നുണ്ട്. വിനീഷ, ശരി.